മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിൽ ലുലു ഗ്രൂപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ വൻ പ്ലാനറ്റേറിയം വരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പദ്ധതിക്കായി പിണറായി പഞ്ചായത്തിലെ ഭൂമി വാങ്ങുന്നതിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം അനുമതി നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലുലു ഗ്രൂപ്പ് നൽകുന്ന ഫണ്ട് കണ്ണൂർ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നേരിട്ട് ഫണ്ട് നിക്ഷേപിക്കും. അതുപോലെ 5 മീറ്റർ വീതിയുള്ള ആക്സസ് റോഡ് ഉൾപ്പെടെ 2.09 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ഉപയോഗിക്കുമെന്ന് റവന്യൂ വകുപ്പിലെ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. മാത്രമല്ല, ഗവർണറുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഭൂമി കൈമാറ്റത്തിനും മറ്റുമായി സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവുകളും നിലവിൽ തേടിക്കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ശാസ്ത്രബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ വൻ പ്ലാനറ്റേറിയമാണ് പിണറായിയിൽ ഒരുങ്ങുവാൻ പോകുന്നത്. പിണറായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പൗരസമിതിയുടെ പൊതുജന അഭിപ്രായത്തെ തുടർന്നുകൊണ്ട് ലുലു ഗ്രൂപ്പ് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുവെന്നാണ് ഔദ്യോഗിക രേഖകളിൽ പറയുന്നതും. അതേസമയം തന്നെ നിർദ്ദിഷ്ട സ്ഥലം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യും. തുടർന്ന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുകയുണ്ടായി. ഒരു സെന്റിന് 1.2 ലക്ഷം രൂപ വെച്ച് മൊത്തം സ്ഥലത്തിന് ഏകദേശം 2.5 കോടി രൂപയ്ക്ക് ഭൂമി വിൽക്കാൻ ഉടമകൾ സമ്മതിച്ചതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഭൂമി വാങ്ങിക്കഴിയുമ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്യുന്നതായിരിക്കും. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടം സർവേ സ്കെച്ചുകളും ഭൂമിരേഖകളും സർക്കാരിന് നൽകും. കൂടാതെ രജിസ്ട്രേഷനും കൈമാറ്റത്തിനും ആവശ്യമായ അനുമതികൾ തേടുകയും ചെയ്തു. സംഭാവനകൾ നൽകണമെന്ന് കമ്മിറ്റി അഭ്യർത്ഥിച്ചിരുന്നു. അതിനെ തുടർന്ന് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം നൽകാൻ ലുലു ഗ്രൂപ്പ് സമ്മതിക്കുകയായിരുന്നു എന്നാണ് സർക്കാരുമായുള്ള അവരുടെ കത്തിടപാടുകളിൽ കാണിക്കുന്നത്. അതേസമയം തന്നെ എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു സംഭാവന എന്ന ചോദ്യം ചില ഭാഗങ്ങളിൽ നിന്നും കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. സർക്കാർ നയിക്കുന്ന സംരംഭങ്ങളിലേക്കുള്ള സ്വകാര്യ സംഭാവനകൾ പുതിയതല്ല. നേരെ മറിച്ച് ഈ കേസിൽ ശ്രദ്ധേയമായ കാര്യം എന്നത് ധനസഹായം സ്വീകരിക്കുന്നതിന് വ്യക്തമായ നിയമചട്ടക്കൂടില്ല എന്നതാണ്. സ്വകാര്യ കമ്പനികളിൽ നിന്നുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പിന്തുണയുടെ സ്റ്റാൻഡേർഡ് ചാനലായ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വഴിയല്ല ഈ സംഭാവന എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഭൂമി ഏറ്റെടുക്കൽ നിയമം അല്ലെങ്കിൽ 1958 ഭൂമി വിട്ടുകൊടുക്കൽ നിയമം വഴി ഒരു സ്വകാര്യ വ്യക്തി സ്വമേധയാ വിട്ടുകൊടുക്കൽ എന്നീ 2 സാധാരണ നിയമപരമായ മാർഗങ്ങളിലൂടെയും പിണറായിയിലെ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പിണറായി പഞ്ചായത്തിലെ പദ്ധതിക്ക് ധനസഹായം നൽകാൻ ലുലു ഗ്രൂപ്പ് മാനേജിനെ പ്രേരിപ്പിച്ചതാണെന്നും ഒരു നിശ്ചിത നിയമ സംവിധാനത്തിന്റെ അഭാവത്തിൽ ഒരു പൊതു പദ്ധതിക്ക് CSR ഇതര റൂട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നും സംബന്ധിച്ചുകൊണ്ട് ലുലു ഗ്രൂപ്പിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. എന്നാൽ മറുപടി ലഭിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. 2025 ആദ്യ പാദത്തിൽ ലുലു റിട്ടെയിൽ ഹോൾഡിംഗ്സ് $69.7 മില്യൺ, അതായത് 256 മില്യൺ ദിർഹം ലാഭം നേടിയതായി കമ്പനി അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15.8% വർധനമാണ് ഈ പ്രാവശ്യം കൂടുതലും ഉണ്ടായിരിക്കുന്നത്. വരുമാനം 7.7 ബില്യൺ ദിർഹം, അതായത് 2.1 ബില്യൺ ഡോളറുമായിരുന്നു. ഇതിൽ ഇ-കൊമേഴ്സ് വിൽപ്പന 25.3% വളർച്ചയോടെ 93.4 മില്യൺ ഡോളറായി മാറുകയും ചെയ്തു. റമദാൻ കാലത്തെ ശക്തമായ വിൽപ്പനയും അതുപോലെ സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിലെ പുതിയ സ്റ്റോറുകളും നേട്ടത്തിന് ശക്തി പകരുകയും ചെയ്തു. 20 പുതിയ സ്റ്റോറുകൾ 2025 തുറക്കാനുള്ള പദ്ധതിയും ലുലു മുന്നോട്ട് വെക്കുകയുണ്ടായി.